അയ്യപ്പ സംഗമത്തിലൂടെ NSSന്റെ പ്രീതി നേടിയെങ്കിലും അകലം പാലിക്കുന്ന ക്രൈസ്തവ സഭകളെ അടുപ്പിക്കാൻ CPM. ഇടഞ്ഞു നിൽക്കുന്ന സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിന് മുൻപ് നീക്കങ്ങളുണ്ടാകും. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പുറത്തുവിടണമെന്ന സഭകളുടെ ആവശ്യവും സർക്കാർ പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. CPM-ഉം സഭകളും തമ്മിലുള്ള അടിയും തടയും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ അത് കുറച്ചധികം ശക്തമായി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അകലം കുറഞ്ഞു. ഓർത്തഡോക്സ് യാക്കോബായ തർക്ക വിഷയങ്ങളിൽ പരിഹാരം കാണുമെന്ന വാഗ്ദാനവും ഓർത്തഡോക്സ് സഭാംഗം കൂടിയായ വീണ ജോർജിന്റെ മന്ത്രിസ്ഥാനമടക്കം നീക്കങ്ങളും ഇരു വിഭാഗങ്ങളെയും മയപ്പെടുത്തി. സിറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളിലെ നയപരമായ സമീപനങ്ങൾ അവരുമായുള്ള അകലവും കുറച്ചു. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി സ്ഥിതി മാറി. വന്യജീവി ആക്രമണം, പരിഹാരമില്ലാതെ തുടരുന്ന സഭാ തർക്കങ്ങൾ, ക്രൈസ്തവ സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട നിയമന പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഇടഞ്ഞു. വന്യമൃഗങ്ങളാരും നിങ്ങളെ വോട്ട് ചെയ്തിട്ട് ഒരിടത്തിന് എത്തിക്കുകയില്ല. മജ്ജയും മാംസമുള്ള മനുഷ്യനാണ് ഇവിടെ ജീവിക്കുന്ന കാര്യം ആരും മറക്കാതിരിക്കുക. നിഷ്പക്ഷത പാലിക്കേണ്ട ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. നീതിന്യായ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി പോകണമെന്ന് എല്ലാവരോടും ഒരുപോലെ പറഞ്ഞ് നിയമം നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരാളാണ്. BJP-യുമായുള്ള സഭകളുടെ അടുപ്പമാണ് CPM-ന് തിരിച്ചടിയായത്. ഇതോടെ പഴയ ആക്രമണ രീതി തന്നെ CPM വീണ്ടും സ്വീകരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമണം വന്നു. പമ്പളാനി അപ്പചുറ്റി. പമ്പളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് ഇതിനോട് അതിരൂക്ഷമായ പ്രതികരണമാണ് ഉണ്ടായത്. ഗോവിന്ദ മാഷ് ഒരാവേശത്തിനങ്ങ് പറഞ്ഞു പോയതാണ്. ആവശ്യത്തിനുള്ള വീണ്ടും വിചാരമില്ലാതെ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കാതെ പറഞ്ഞാണെന്നാണ് ഞാൻ കരുതുന്നത്. 2 മാസത്തിനുള്ളിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം പ്രതിഫലിക്കുമോ എന്ന ആശങ്കയാണ് പാർട്ടിക്കുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ JB കോശി കമ്മീഷനെ സർക്കാർ നിയമിച്ചത്. അതിലെ ശുപാർശകൾ എന്നാൽ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇതെല്ലാം CPM-ന് വെല്ലുവിളിയാണ്. അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. സഭാ നേതൃത്വങ്ങളുമായി ചർച്ച ചെയ്താകും അത്തരം പുതിയ തീരുമാനങ്ങൾ. വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലുകൊണ്ട് മാത്രം സഭകളെ അടുപ്പിക്കാനാകില്ലെന്ന് CPM-ന് അറിയാം. ഗവർണറും രാഷ്ട്രപതിയും അംഗീകാരം നൽകാൻ സാധ്യതയില്ലാത്ത നിയമമാണെന്ന ആരോപണവും പാർട്ടിക്ക് തിരുത്തേണ്ടി വരും. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.